ഒരു കുറവില്ല ഡോക്ടറെ. വലി നിർത്താൻ പറഞ്ഞല്ലേ ഞാൻ. ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഓട്ടോമാറ്റിക് ആയിട്ട് വലിക്കാനുള്ള ടെൻഡൻസി വരികയാണേ. സി അങ്ങനെ ടെൻഡൻസി വരുമ്പോൾ വലിക്കാനുള്ള ആസക്തി പിടിച്ചു നിർത്തണം. അവിടെയാണ് കഴിവ്. പിടിച്ചു നിർത്താൻ ചാവൂലേ? എങ്ങനെ? ശ്വാസം മുട്ടിയിട്ട്. സിഗരറ്റ് വലിക്കാതെ ഇവിടെ ആരും ശ്വാസം മുട്ടി ചത്തിട്ടില്ല. അയ്യോ, സിഗരറ്റ് വലിയ നിർത്തി. ഞാൻ എന്റെ ഈ വലിവ് പിടിച്ചു നിർത്താൻ എന്റെ കാര്യം പറഞ്ഞേ. അത് വലിച്ചോ? നോ സീൻ. ഇല്ലേ ശ്വാസം മുട്ടി ചാവൂലേ? ഞാൻ എഴുതി തന്നിരുന്ന ഇൻഹേലർ അടിക്കാറില്ലേ? ഇപ്പൊ കൂടി അടിച്ചാലോ? എന്നിട്ടും വലിവ് മാറിയില്ല. മാറേണ്ടതായിരുന്നല്ലോ. എനിക്കറിയാൻ പാടില്ല ഡോക്ടറെ. ആ ഇൻഹേലർ ഒന്നുകൂടെ അടിക്കും, ആശ്വാസം കിട്ടട്ടെ. ശരി, ഈ കിടുതാപ്പ് കക്ഷത്തിൽ അടിക്കാളല്ല അല്ലേ? തന്റെ തൊണ്ട കക്ഷാണോ? സോറി ഡോക്ടറെ, അറിയില്ലായിരുന്നു. ഇനി വലിവ് നിൽക്കുമായിരിക്കല്ലേ? എടോ റംബൂട്ടാൻ, ഇത് വാവഴി ചെല്ലേണ്ട മരുന്നാണ്. ആദ്യം പറയണ്ട ഡോക്ടറെ. ഇനിയിപ്പോ സ്പ്രേ വയറ്റിലെത്തി ഓട്ടോമാറ്റിക് ആയിട്ട് അടിക്കുമായിരിക്കും അല്ലേ? താനത് വിഴിഞ്ഞ? ആ, വാവഴി ചെല്ലേണ്ട മരുന്നായിരുന്നു എന്നല്ലേ പറഞ്ഞേ ഡോക്ടറെ. ഇനിയിപ്പോ വലിവ് കമ്മിയായിരിക്കില്ലേ? ഇതോടുകൂടി വലിക്കേണ്ട അവസ്ഥയെ വരില്ല. ചെല്ല്. എന്തൊക്കെയുണ്ട്? സുഖം. അപ്പൊ അസുഖമൊന്നുമില്ലേ? അയ്യോ, അസുഖമുണ്ട്. സുഖം എന്ന് പറഞ്ഞതോ? അല്ല, അത് കൊളോക്കലി എല്ലാവരോടും പറയുന്ന പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. കൊളോക്കലി അങ്ങനെ ഡോക്ടറോട് പറയുവാണെങ്കിൽ നീരിറക്കത്തിന് പകരം വയറിളക്കത്തിനുള്ള മരുന്ന് എഴുതി തന്നോന്ന് വരും. എഴുതി തരണോ? അയ്യോ വേണ്ട. അല്ല, അങ്ങനെയുള്ള കുറെ അനുഭവങ്ങളുണ്ടേ. രോഗത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലാണ് രോഗം എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് രോഗലക്ഷണങ്ങളെ കുറിച്ച് പോലും ഒരു വ്യക്തത ഇല്ലാതെ കുറെ എണ്ണം വരും. എന്നിട്ട് അസുഖം ഗണിച്ച് പറഞ്ഞ് മരുന്ന് എഴുതി കൊടുക്കാൻ ഞാൻ എന്താ മിസ്റ്റർ മാന്ത്രികനോ? തനിക്ക് എന്താ അസുഖം? കണ്ടിട്ട് മൂലക്കുരുവാ തോന്നുന്നു. ഒരു ഗജേന്ദ്ര കൊണ്ട് എഴുതി തരട്ടെ വെച്ച് പൊട്ടിക്കാൻ? അയ്യോ, എനിക്കൊരു അസുഖമില്ല, എന്റെ മോന അസുഖം. പിന്നെ എന്ത് തൊലിക്കാണോ? തൊലിയാറ് മണിയാ ഇവിടെ കയറിയിരിക്കുന്നത്. മാറങ്ങട്. ഓ, മോന്റെ പേരെന്താ? പേര് പറഞ്ഞു കൊടുക്ക്, ഡോക്ടറല്ലേ ചോദിക്കുന്നത്. ഇക്രു. വയസ്സെത്രേ? പറഞ്ഞു കൊടുക്കും മോനെ, ഡോക്ടറല്ലേ ചോദിക്കുന്നത്. ആ കൊച്ചിന് കറക്റ്റ് അറിയണമെന്നില്ല, താൻ പറ. 35. 35 വയസ്സായ കൊച്ചു കുഞ്ഞോ? അല്ല, അത് എന്റെ വയസ്സാ. കൊച്ചിന്റെ വയസ്സ് എത്ര ഡോക്ടർ? കിഴങ്ങ. ഓ, ഒരു മിനിറ്റ്. എടിയേ, എടിയേ, നമ്മുടെ ചെറുക്കന് പ്രായം എത്രയാ? 7. എന്താ മോന്റെ അസുഖം? മോൻ പറ. അച്ഛൻ പറ. മോനെ, എനിക്കല്ലോ, നിനക്കല്ല അസുഖം. മോൻ പറ. അച്ഛൻ പറ. മോൻ പറ. അച്ഛൻ പറ. മോൻ പറ. അച്ഛനും മോനും പറ വെച്ച് കഴിഞ്ഞെങ്കിൽ വാളിന് പൈസ വെച്ച് തൊഴുതു പൊക്കോ. വല്ല അസുഖം ഉണ്ടോ? ഉണ്ട്, അവന് അസുഖമുണ്ട്. ഉണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ ഞങ്ങള് ഡോക്ടറെ കാണിക്കാൻ വന്നേ. മുഖം നോക്കി ലക്ഷണം പറയാൻ ഞാൻ സിദ്ധനല്ല, വൈദ്യനാ. രോഗലക്ഷണം എന്താന്ന് പറയണം മിസ്റ്റർ. ഓ, ഒരു മിനിറ്റ്. എടിയേ, ഇവൻ എന്താ അസുഖം? പനി, ജലദോഷം, തലവേദന, മൂക്കടപ്പ്, ചുമ. പനി, ജലദോഷം, തലവേദന, മൂക്കടപ്പ്, ചുമ. എത്ര ദിവസമായി തുടങ്ങിയിട്ട്? എത്ര ദിവസമായി തുടങ്ങിയിട്ട്? 3 ദിവസം. 3 ദിവസം. തണുപ്പുള്ളത് വല്ലതും കഴിച്ചായിരുന്നോ? തണുപ്പുള്ള വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. ഇയാള് മോന്റെ അച്ഛൻ തന്നെയാണോ? എടിയാ, പിന്നെ ഞാനും എന്റെ അച്ഛൻ തന്നെയാണോ? അപ്പൊ മാമ 3 ലിച്ചി, 2 ചെറുപഴം, 1 ഗീ റസ്ക്, പിന്നെ 5 റെഡ് ലൈസ്. മൊത്തം 57. കൂൾ. സ്കാനർ എവിടെ മാമ? സ്കാൻ ചെയ്യാനോ? ഇതെന്താ ഹോസ്പിറ്റലോ? ഈ പൈസ അയച്ചാറുണ്ട്, ഗൂഗിൾ പേയിൽ ചെയ്യാം. ഗുലുഗുലും ഗിലുഗുലും ഒന്നും ഇവിടെ ഇല്ല. പൈസ ക്യാഷ് ആയിട്ട് തന്നെ വേണം. ക്യാഷാ? അതെന്താ? ശരി, ഈ നോട്ടില്ലേ, നോട്ട് വരള്ളതാ വരല്ലാത്തതാ? ഗാന്ധിജി ഉള്ളത്. മാമൻ ബ്രോ, നിങ്ങൾ പറയുന്നത് ഐ എം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. സാധനം വാങ്ങിച്ചാ പൈസ വേണം. അതല്ല, ഐ വിൽ ഗൂഗിൾ പേ ഇറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ രൊക്കം കാശ് വാങ്ങിക്കാറുള്ളൂന്ന്. കാശായിട്ട് തന്നെ കിട്ടണം. ഇതാണോ ക്യാഷ്? ആൽഫ കോമാളി കപ്പലണ്ടി കാണിച്ച് കാശാണെന്നോ? ഞാൻ ഇന്നേവരെയും മാമൻ ബ്രോ പറയുന്ന പോലത്തെ ആ സാധനം കണ്ടിട്ടില്ല. All my expenses bill now is done through this. Oh God, what is this? It's disgusting. കാശ് വെച്ചിട്ട് പോ കുരിപ്പേ. എന്തോടെ പ്രശ്നം? സാധനം വാങ്ങിച്ച് നക്കിയിട്ട് കാശില്ലാന്ന് പോലും. ചേട്ടാ, ലോക്ക് ക്യാഷ് ഉണ്ട്, പക്ഷെ കാശായിട്ട് തന്നെ വേണമെന്ന് പോലും. What should I do? ഞാൻ കച്ചവടം നടത്തുന്നത് കാശായിട്ട് കിട്ടാനാ. സാധനം കൊടുത്ത് തിരിച്ച് കാശ് കയ്യിൽ എണ്ണി വാങ്ങിച്ച് അത് വെലുപ്പിൽ വെക്കണതിന്റെ സുഖം അത് ഈ മൊബൈലിൽ കുണുകുണ അടിച്ചാൽ കിട്ടുമോ? അതില്ല. ഇതാവുമ്പോ എപ്പോഴും സേഫാ. കയ്യിൽ ധാരാളം കാശ് എപ്പോഴും കാണും. മറ്റേതൊരു പിച്ചക്കാരന്റെ അവസ്ഥ. പിച്ചക്കാരനടക്കം ഗൂഗിൾ പേ ഉണ്ടോ തൊലിയ? നീ പോടാ ഇച്ചിമുള്ളി ചേർക്ക. ചിലക്കല്ല ചിലച്ചാ ചെറി മോളും ഷർട്ടിൽ തൊപ്പി കുഞ്ഞ വേണല്ലേ. പൈസ കാണാ ചേട്ടാ, അവന്റെ പൈസ ഞാൻ തരാം. ഞാനും ക്യാഷ് ഡീലിങ്സ് മാത്രമേ നടത്താറുള്ളൂ. അതാ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ. താങ്ക് ഗോഡ്. ആണോ? എത്ര അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞാലും ചില കാര്യങ്ങളിൽ നമ്മുടെ ഈ പാരമ്പര്യമാ സേഫ്. അതെ, ഞാനാണ് ഈ ക്യാഷ് ഡീലിങ്സ് നടത്തുന്ന കടകളിൽ മാത്രമേ കയറാറുള്ളേ. അതാണ് എന്റെ പണിക്കും മെച്ചം. ആട്ടെ, എന്താ പണി? പിടിച്ചു പറി. ആ വലിപ്പിലെ കാശും കൊടുത്ത